സംസ്ഥാനത്തെ കോളേജുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പകുതി വിദ്യാർത്ഥികളുമായി ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനം. വിദ്യാർത്ഥികൾ ഒന്നാം ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നത് കോളേജുകൾ ഉറപ്പാക്കണം. ഇതിനായി പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് നടത്തും. തുറക്കുന്നതിന് മുന്നോടിയായി കോളേജുകൾ കൃത്യമായി അണുവിമുക്തമാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പ്രിൻസിപ്പൽമാരോട് നിർദ്ദേശിച്ചു. ദിവസങ്ങളിൽ ഫൈനൽ ഇയർ ക്ലാസ്സിലെ പകുതി വീതം കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുക എന്നുള്ളതാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഈ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഡോസ് വാക്സിനെങ്കിലും കിട്ടിയിരിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ വാക്സിനേഷൻ ഡ്രൈവ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സമയക്രമം സംബന്ധിച്ച് കഴിഞ്ഞ വർഷം 3 സമയക്രമമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ സ്വീകാര്യമായത് സ്ഥാപനത്തിന് എടുക്കാവുന്നതാണ്. വിശദാംശങ്ങൾ നൽകാനായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, നാളുകൾക്ക് ശേഷം വീണ്ടും കോളേജുകളിലേക്കൊക്കെ കുട്ടികൾ തിരികെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കോവിഡിന്റെ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് സാഹചര്യത്തെ കൂടി നേരിട്ട് വേണം കോളേജ് അധ്യയനത്തിലേക്ക് കടക്കാൻ. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ അതിലൊക്കെ ഒരു ഏകദേശ ധാരണയായിരിക്കുന്നു. ഇന്ന് പ്രിൻസിപ്പൽമാരുടെ യോഗം മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഏകദേശ തീരുമാനം വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ കോളേജുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ വേണം മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് എന്ന് തന്നെയാണ് ഇന്ന് ചേർന്ന പ്രിൻസിപ്പൽമാരുടെ യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർദ്ദേശങ്ങൾ നൽകിയത്. പ്രധാനമായും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പകുതി വീതം വിദ്യാർത്ഥികളുമായിട്ടായിരിക്കും ക്ലാസുകൾ ആരംഭിക്കുക. ക്ലാസ് മുറികൾ കൃത്യമായി തന്നെ സാനിറ്റൈസ് ചെയ്യാനും കോളേജ് പൂർണ്ണമായും അണുവിമുക്തമാക്കാനുള്ള നിർദ്ദേശവും യോഗത്തിൽ മന്ത്രി നൽകിയിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പൽമാർക്ക്. ഒക്ടോബർ 4-ന് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികൾ ആദ്യ ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കോളേജുകൾ ഉറപ്പാക്കേണ്ടതാണ്. ഇതിനുവേണ്ടി വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ പട്ടിക തയ്യാറാക്കി ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അതാത് സ്ഥാപനങ്ങളായിരിക്കും പ്രത്യേക വാക്സിൻ ഡ്രൈവ് നടത്തുക. സ്ഥാപന തലത്തിൽ തന്നെ കോവിഡ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ. ഒപ്പം തന്നെ കോളേജുകളുടെ സമയക്രമം സംബന്ധിച്ച് നിലവിൽ 3 സമയക്രമമാണ് സർക്കാർ കോളേജുകൾക്ക് നൽകിയിട്ടുള്ളത്. അനുയോജ്യമായ സമയം ഓരോ കോളേജുകൾക്കും തീരുമാനിക്കാം എന്നുള്ളതാണ് ഇന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികൾ കൂട്ടം കൂടാതെ പക്ഷേ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ കോളേജുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നും പ്രിൻസിപ്പാൾമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ CFLTCയും DCCയുമായി പ്രവർത്തിക്കുന്ന നിരവധി കോളേജുകളുണ്ട്. ഈ കോളേജുകൾ ക്ലാസുകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ വിട്ടുതരണം എന്നുള്ളത് കളക്ടർമാരോട് ആവശ്യപ്പെടാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ട്. അവരെയും ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെടണം എന്നുള്ള കാര്യമാണ് പ്രിൻസിപ്പൽമാർ ഇന്നത്തെ യോഗത്തിൽ മന്ത്രിക്ക് മുന്നിൽ വെച്ച മറ്റൊരാവശ്യം. ഇതും കൃത്യമായ രീതിയിൽ തന്നെ പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ആവശ്യമായ മുന്നൊരുക്കം നടത്തി ക്ലാസുകൾ ആരംഭിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗശേഷം മന്ത്രി വിശദീകരിച്ചതും. മനു, ശരി. ഏതായാലും സംസ്ഥാനത്ത് കോളേജുകളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക്, ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ തുടങ്ങുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്? ഒപ്പം തന്നെ കോവിഡിന്റെ സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നൽകണം. ഈ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്ലാസുകൾ ഏത് രീതിയിലാകാം എന്നത് അതത് സ്ഥാപന മേധാവികൾക്ക് തീരുമാനിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ കണ്ണൂർ സർവകലാശാല സിലബസ് വിഷയത്തിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. വർഗീയമായ വിഷയം സിലബസിൽ ഉൾപ്പെടാൻ പാടില്ലെന്നാണ് നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ വിശദീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന തീരുമാനം അറിയിക്കുന്നതാണ്. അത് നമ്മളൊരു സെക്യുലറായിട്ടുള്ള രാജ്യമാണ്. ആ നിലയിൽ വല്ലാതെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സിലബസിൽ ഉണ്ടാകുന്നത് അപകടകരം തന്നെയാണ്. അല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ പരിശോധിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു മറുപടി പറയാൻ കഴിയില്ല. അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ സവിശേഷതകൾക്ക് അനുസൃതമായിട്ടാണ് അത് പറയാൻ പറ്റുള്ളൂ.
സ്ത്രീകളെ അധിക്ഷേപിച്ച കേസിൽ MSF യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം. ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരിന് സമൻസ് ലഭിച്ചു. കഴിഞ്ഞ ജൂൺ 22-ന് ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സാണ് ഹാജരാക്കേണ്ടത്. ഈ യോഗത്തിൽ MSF പ്രസിഡന്റ് സ്ത്രീവിരുദ്ധമായി സംസാരിച്ചുവെന്നാണ് പരാതി. വിവരങ്ങളുമായി മേഘ ചേർന്നു. മേഘ, ഈ യോഗത്തിലാണ് ഈ വിവാദങ്ങൾക്ക് കാരണമായ ഈ പരാമർശങ്ങളെല്ലാം ഉണ്ടായി എന്ന ആരോപണം ഉയർന്നു വന്നത്. അതിനെ തുടർന്ന് പരാതികളൊക്കെ പോയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നിയമപരമായ നടപടികൾ അതിന്റെ വഴിക്ക് നടക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്? മനു, നേരത്തെ തന്നെ ഈ പരാതിക്കാരുടെ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിറ്റി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചെമ്മങ്ങാട് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ലത്തീഫ് തുറയൂരിനോട് ഹാജരാവാൻ ജനറൽ സെക്രട്ടറിയായ ലത്തീഫ് തുറയൂരിനോട് ഈ MSF യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശം സമൻസ് പോലീസ് അയച്ചിരിക്കുന്നത്. കോഴിക്കോട് ഹബീബ് സെന്റർ, അതായത് MSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസായ ഹബീബ് സെന്ററിൽ വെച്ചാണ് ജൂൺ 22-ന് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ വെച്ച് മോശം ചുവയോടുകൂടി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്നതാണ് പരാതി. ഈ വെള്ളയിൽ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചെമ്മങ്ങാട് പോലീസ് ഇൻസ്പെക്ടറാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ ഈ ജനറൽ സെക്രട്ടറി ആയിരുന്ന ലത്തീഫ് തുറയൂറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പരാമർശങ്ങളാണ് ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ മിനിറ്റ്സ് ഹാജരാക്കണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. മനു, ശരി. മേഘ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹരിതയ്ക്ക് പിന്തുണയുമായി MSFലെ ഒരു വിഭാഗം രംഗത്ത്. ഹരിതയെ പിരിച്ചുവിട്ട നടപടി നീതീകരിക്കാനാവില്ല. PMA സലാമിന്റെ അപക്വമായ ഇടപെടൽ പ്രശ്നം വഷളാക്കിയെന്നും ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിൽ MSF ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകളെ അധിക്ഷേപിച്ച കേസിൽ MSF യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു. അർപ്പിക്കുകയാണ് ലീഗ് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിലൂടെ MSFലെ ഒരു വിഭാഗം. ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ ഉൾപ്പെടെ ഒരു വിഭാഗം പ്രവർത്തകരാണ് ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത്. ഹരിതയ്ക്കെതിരെ സ്വീകരിച്ച നടപടി MSF പ്രവർത്തകർക്കുൾപ്പെടെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ഹരിതയുടെ പരാതി ലീഗ് കൈകാര്യം ചെയ്ത രീതിയിൽ പാളിച്ച സംഭവിച്ചതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് താൽക്കാലിക ജനറൽ സെക്രട്ടറി PMA സലാമാണെന്നും കത്തിൽ പറയുന്നു. MSF സംസ്ഥാന കമ്മിറ്റിയോ ദേശീയ നേതൃത്വമോ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ലീഗ് ഇടപെട്ട് വഷളാക്കിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളോടുൾപ്പെടെ കാണിക്കുന്ന അനീതിയാണ് ലീഗിന്റെ ഈ നടപടിയെന്നും ഹരിതയെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്. KSRTC ലേ ഓഫ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഗതാഗത മന്ത്രി ആന്റണി രാജു. KSRTCയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ല. CMDയുടെ ലേ ഓഫ് നിർദ്ദേശം നിലവിൽ സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല. നിർദ്ദേശം വന്നാൽ ജീവനക്കാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം പരിശോധിച്ച് നയപരമായ തീരുമാനമെടുക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാനേജ്മെന്റ് മുമ്പോട്ട് വെച്ച ലേ ഓഫ് വിഷയത്തിലുള്ള സർക്കാർ നിലപാടാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയത്. നിലവിൽ KSRTCക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ല. നിലവിൽ ഒരു നിർദ്ദേശവും സർക്കാരിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ലഭിച്ചാൽ അത് ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ലേ ഓഫിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് മുമ്പിൽ ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല. അതിങ്ങനെ KSRTC അഭിപ്രായമായിട്ട് പത്രങ്ങളിൽ കണ്ട വാർത്തയേ ഉള്ളൂ. ഗവൺമെന്റ് മുമ്പിൽ അത്രയും നിർദ്ദേശം ഇപ്പോൾ ലേ ഓഫ് മാത്രമല്ല, ഈ മധ്യപ്രദേശ് മോഡൽ, അതായത് 50% ശമ്പളം കൊടുത്ത് അവധി കൊടുക്കാം, അങ്ങനെ ഒരു നിർദ്ദേശം രണ്ടും പത്രമാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ്. KSRTC വരെ ഗവൺമെൻറ് മുമ്പിൽ അങ്ങനെ നിർദ്ദേശം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ നിർദ്ദേശം ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് അത് പരിശോധിച്ചിട്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. വരുമാനമില്ലാത്ത സർവീസുകൾ ഒഴിവാക്കും. 50% ശമ്പളവും 50% അവധിയുമെന്ന ആശയവും CMD മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് KSRTC ഭൂമി പാട്ടത്തിന് നൽകിയും കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമാണ് KSRTC CMD ബിജു പ്രഭാകർ മുൻപോട്ട് വച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
കേരളം ഏറെ വേദനയോടെ കേട്ട വിസ്മയ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം കരുനാഗപ്പള്ളി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണ് വിസ്മയുടെ മരണമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതെന്ന് കൊല്ലം റൂറൽ SP KB രവി പറഞ്ഞിരിക്കുന്നു. കുറ്റമറ്റ ചാർജ് ഷീറ്റ് എന്നാണ് വിശ്വാസമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇന്ന് ലോക ആത്മഹത്യാ വിരുദ്ധ ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ ഈ ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് സന്തോഷം. കോടതിയിൽ സമർപ്പിക്കുന്നത് 500 പേജുള്ള കുറ്റപത്രമെന്നും അദ്ദേഹം പറയുന്നു. വിവരങ്ങൾ നൽകാനായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ, സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണ് വിസ്മയുടെ മരണം എന്ന നിഗമനമാണ് കുറ്റപത്രത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് കുറ്റമറ്റ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസം. ഇന്ന് ലോക ആത്മഹത്യാ വിരുദ്ധ ദിനമാണ്. ആ ദിവസം തന്നെ ഇത്തരത്തിലൊരു കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്താണ് കൊല്ലം റൂറൽ SP കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത്? അതായത് 1 സ്ത്രീധന നിരോധന നിയമം, 2 ഗാർഹിക പീഡന നിരോധന നിയമം, 3 ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ. ഈ 3 സുപ്രധാനമായ വകുപ്പുകൾക്കൊപ്പമാണ് ഇതിൽ 7 മുതൽ 8 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന സ്ത്രീധന പീഡന മരണം എന്ന വകുപ്പ് കൂടി ചുമത്തി പോലീസ് ഒരു ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കുന്ന അല്പസമയത്തിനാണ്. ഏതാണ്ട് 1 മണിയോടുകൂടി കോടതിയിൽ ആ ചാർജ് ഷീറ്റ് ഒഫീഷ്യലി കൈമാറും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയ ശാസ്താംകോട്ട DSP രാജ്കുമാർ പുരുഷോത്തമൻ ഉൾപ്പെടുന്ന സംഘം ഇപ്പോൾ കോടതിക്കകത്താണുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയതും സമർപ്പിക്കുന്നതും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് മോഹൻരാജിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തര കേസ് വാദിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഒരു അദ്ദേഹത്തെ തന്നെ വേണമെന്നുള്ള ബന്ധുക്കളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്താണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അദ്ദേഹത്തെ കൂടി വെച്ചത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കൂടി നിർദ്ദേശങ്ങളും എല്ലാം കൂടി പരിഗണിച്ചാണ് കുറ്റപത്രം പോലും തയ്യാറാക്കുക. ഒരു കുറ്റമറ്റ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറാക്കി ഇപ്പോൾ അല്പസമയത്തിനകം സമർപ്പിക്കുക. അപ്പൊ ഇതില് വിസ്മയുടെ ആത്മഹത്യയാണെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിന്റെ എല്ലാ വശങ്ങളും തുടക്കം മുതൽ അതിന്റെ പ്രേത പരിശോധന നടക്കുന്ന വേളയിൽ പോലും അടുത്ത ബന്ധുക്കളെ, രക്തബന്ധമുള്ളവരെ തന്നെ അതിനുള്ളിലേക്ക് വരുത്തി പോലീസ് അവരെ കൂടി ബോധ്യപ്പെടുത്തിയാണ് ഇൻക്വസ്റ്റ് പോലും തയ്യാറാക്കിയത്. അവിടെ അവരുടെ പൂർണ്ണമായും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി അതിന് പോലും കൃത്യമായ ഉത്തരങ്ങൾ പിന്നീടുള്ള അന്വേഷണ ഘട്ടത്തിലെല്ലാം ഈ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് പോലീസിൻ്റെത് വളരെ സുതാര്യമായ അന്വേഷണവും അതിനകത്തുള്ള ഇനി എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്താമെന്നും കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. അറസ്റ്റ് ചെയ്ത് 80 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത. മനു സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാ വിരുദ്ധ ദിനം, ആ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞതിൽ പോലീസിന് അഭിമാനമുണ്ട്. കാര്യം വിസ്മയുടെ കേസിൽ അങ്ങനെ ഒരു മരണം സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത്രമാത്രം മാനസികവും ശാരീരികവും ഉള്ള ഒരു പീഡനങ്ങൾ ഏറ്റതിനെ തുടർന്നാണ് വിസ്മയക്ക് അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളൊരു അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഈ കേസന്വേഷണം. ആദ്യഘട്ടത്തിൽ ഇത് കൊലപാതകം എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് കൊലപാതകത്തിനുള്ള സാധ്യതയല്ല, ഇത് ആത്മഹത്യയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് ഡമ്മി പരീക്ഷണം വരെ ഇവർക്ക് ഇതിനുള്ളിൽ നടത്തേണ്ടി വന്നു. അതില് ഫോറൻസിക് വിഭാഗത്തിൻ്റെതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇതിനകത്തുള്ള കണ്ടെത്തലുകൾ. അവര് ഇതിനുള്ളിൽ നിന്ന് ഈ വിസ്മയയുടെ രക്തത്തുള്ളികൾ, അതിന്റെ കറകൾ അവിടുന്ന് കണ്ടെത്തിയിരുന്നു. കയ്യിൽ ചെറിയൊരു മുറിപ്പാടുണ്ടായിരുന്നു. ആ മുറിപ്പാട് എങ്ങനെ ഉണ്ടായി എന്നുള്ള കണ്ടെത്തൽ ഏറ്റവും ഒടുവിൽ ചെന്ന് നിന്നത് ഒരു ഷേവിങ്ങിന്റെ റൈസർ ബ്ലേഡിലാണ്. ആ റൈസർ ബ്ലേഡിലും ഒരു രക്തക്കറ ഉണ്ടായിരുന്നു. ഇത് DNA പരിശോധനയ്ക്ക് അയച്ച് ആ രക്തക്കറ വിസ്മയുടേതാണെന്നുള്ള സാങ്കേതികമായ ആ തെളിവുകൾ അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അക്കാര്യങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചത്. അടുത്തത് ഈ കതക് തല്ലിപ്പൊളിച്ചാണ് അകത്ത് കയറി താൻ വിസ്മയയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിയെന്നായിരുന്നു ഈ പ്രതിയായ കിരൺകുമാറിന്റെ മൊഴി. അത് ശരിവെക്കുന്നതിന് വേണ്ടി അത് എത്രമാത്രം ശരിയാണെന്നതിന്റെ വസ്തുത പരിശോധിക്കാൻ ഫോറൻസിക്കിലെ തന്നെ ഊർജ്ജതന്ത്ര വിദഗ്ധരെ വരുത്തി അവര് ആ കതക് പരിശോധിച്ചു. എത്ര ആഘാതത്തിലാണ് ഇത് അടിച്ചു തുറന്നിട്ടുണ്ടോ, അങ്ങനെ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ
ഉണ്ടോ, നുണയാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് അങ്ങനെയും ഉറപ്പുവരുത്തിയിരുന്നു. എല്ലാ ഫോറൻസിക്കിന്റെ എല്ലാ മേഖലയിൽപ്പെട്ടവരുടെയും വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ കുറ്റപത്രത്തിലെ തെളിവുകളായി പലതും മൊഴി ഉൾപ്പെടെ ശേഖരിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ 102 സാക്ഷികളുണ്ട്, 92 തെളിവുകളുണ്ട്, 56 തൊണ്ടി മുതലുകളുണ്ട്. ഇത് കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ നന്നായി ഇതിൽ തിരിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് DYSP രാജ്കുമാർ പുരുഷോത്തമൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ ഈ വിസ്മയുടെ കേസ് ഇങ്ങനെ ഇതിൽ വരുന്നതോടുകൂടി ഇതിന്റെ താൻ അനുഭവിച്ച പീഡനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വാട്സപ്പിലൂടെ ഈ ബന്ധുക്കൾക്ക് സഹോദരിക്കും സഹോദരി ഭർത്താവിനും സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കും അയച്ചു കൊടുത്ത ആ തെളിവുകൾ അതാണ് പിന്നീട് സമൂഹം ഏറെ ചർച്ച ചെയ്തതും. പക്ഷെ ഇത് ആ മരിക്കുന്നതിന് തലേന്ന് ദിവസമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ ഉള്ളതായിരുന്നില്ല, അതിന് 2-3 മാസം മുമ്പ് മാത്രമുള്ളതായിരുന്നു എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ പീഡനങ്ങളെല്ലാം തുടർക്കഥയായി കഴിഞ്ഞ ഏതാണ്ട് 1 വർഷം വിവാഹം കഴിഞ്ഞ് അതിന്റെ അടുത്ത മാസം മുതൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തു. ഒരു കാറ് സ്ത്രീധനമായി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്ക് ഇത്രയേറെ ഈ കുടുംബമായിട്ടൊരു വിരോധം വരികയും ആ വിരോധം മുഴുവനും വിസ്മയുടെ പിതാവിനോടുള്ള വിരോധം മുഴുവനും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അയാളുടെ തർക്കത്തിൽ അത് വിസ്മയിലേക്ക് മാറുകയായിരുന്നു. ആ ഒരു മാറ്റമാണ് ഏറ്റവും ഒടുവിൽ വിസ്മയുടെ മൃതശരീരത്തിൽ വരെ എത്തിയ സംഭവത്തിലേക്കും ഇപ്പോൾ പോലീസ് അന്വേഷണം അത് കുറ്റപത്രത്തിൽ എത്തി നിൽക്കുന്നത്. ശരി. KPCC ജനറൽ സെക്രട്ടറിമാരുടെ സാധ്യതാ പട്ടിക തയ്യാറാകുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് സൂചനകൾ. ചാണ്ടി ഉമ്മന്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഐ ഗ്രൂപ്പാണ്. പ്രാഥമിക ചർച്ചയിൽ പേരുകളിൽ സമവായം ആയില്ലെന്നാണ് സൂചനകൾ. പട്ടികയിൽ മുൻതൂക്കം ഇപ്പോഴും KC വേണുഗോപാലിന് തന്നെയാണ്. ഗ്രൂപ്പുകളെ വെട്ടിനിർത്താൻ വീണ്ടും സുധാകര സതീശ പക്ഷവും രംഗത്തുണ്ട്. 15 ജനറൽ സെക്രട്ടറിമാരുടെ സാധ്യതാ പട്ടികയിൽ ദളിത് പ്രാതിനിധ്യമില്ല. അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായി ഖാദർ മങ്ങാടിനെയും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് KPCC ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കേണ്ടവരുടെ പേരുകളെ സംബന്ധിച്ച് ആദ്യഘട്ട കൂടിയാലോചനകൾ ആരംഭിച്ചത്. KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. 15 ജനറൽ സെക്രട്ടറിമാരെയും 34 അംഗ നിർവാഹക സമിതിയുമാണ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. എന്നാൽ നിർവാഹക സമിതി അംഗങ്ങളെപ്പറ്റി ചർച്ച നടന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മകനും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ചാണ്ടി ഉമ്മൻ്റെ പേര് ഐ ഗ്രൂപ്പാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയിൽ 3 പേർ വനിതകളാണ്. ബിന്ദു കൃഷ്ണ, പത്മജ വേണുഗോപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും സുമാ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാണ് പരിഗണിക്കപ്പെടുന്നത്. K മോഹൻകുമാർ ട്രഷററായേക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റു പേരുകാർ ഇവരാണ്: K മുരളീധരൻ്റെ വിശ്വസ്തൻ മരിയാപുരം ശ്രീകുമാർ, K സുധാകരനോട് ആഭിമുഖ്യമുള്ള മുൻ മന്ത്രി MR രഘുചന്ദ്രപാൽ, റിങ്കു ചെറിയാൻ, PT തോമസിനോട് ആഭിമുഖ്യമുള്ള MN ഗോപി, KC വേണുഗോപാലിൻ്റെ വിശ്വസ്തൻ MJ ജോബ്, TJ വിനോദ്, അജയ് തറയിൽ, VT ബൽറാം, N സുബ്രഹ്മണ്യൻ, ആര്യാടൻ ഷൗക്കത്ത്, സജീവ് മാറോളി, PS രഘുറാം, PT അജയ് മോഹൻ, വൈസ് പ്രസിഡന്റുമാരായി ജോസഫ് വാഴക്കൻ, സതീശൻ പാച്ചേരി എന്നിവരെയും പരിഗണിക്കുന്നു. എന്നാൽ പട്ടികയിൽ ദളിത് പ്രാതിനിധ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി VP സജീന്ദ്രൻ, PK ജയലക്ഷ്മി എന്നിവരുടെ പേരുകൾ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചതായിട്ടാണ് അറിയുന്നത്. പുതിയതായി രൂപീകരിക്കുന്ന അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായി ഖാദർ മങ്ങാടിനെയും അംഗങ്ങളായി KK എബ്രഹാമിനെയും VS വിജയരാഘവനെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം പ്രാതിനിധ്യം കുറവാണെന്നത് കാട്ടി വർക്കല കഹാർ കൂടി ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാം. സൂരജ് രവി, ജ്യോതികുമാർ ചാമക്കാല എന്നീ പേരുകൾ കൂടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ മൂവരും ഇപ്പോൾ റിസർവ് ലിസ്റ്റിലാണ് ഉള്ളത്. വിശദമായ ചർച്ച വേണമെന്ന് രമേശും ഉമ്മൻചാണ്ടിയും കടുംപിടുത്തം തുടർന്നാൽ പട്ടിക വീണ്ടും നീണ്ടേക്കും. ലിസ്റ്റിൽ വിശദമായ ചർച്ച ആരംഭിച്ചാൽ ഇപ്പോൾ ഇടം പിടിച്ച പലരും പുറത്തുപോയി പുതിയ ആളുകൾ ഇടം പിടിക്കാനും സാധ്യതയുണ്ട്. സാമുദായിക സമവാക്യങ്ങളോ പ്രാദേശിക പരിഗണനകളോ തീരെയില്ലാത്ത പ്രാഥമിക ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ത്രിപുരയിലെ BJP ആക്രമണങ്ങളിൽ ദില്ലി ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി അശ്വിൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ത്രിപുരയിലെങ്ങും CPIM പാർട്ടി ഓഫീസുകൾക്കെതിരെയും പ്രവർത്തകർക്കൊക്കെതിരെയും വ്യാപകമായ ആക്രമണമാണ് BJP അഴിച്ചുവിടുന്നത്. വലിയ പ്രതിഷേധം, ജനകീയ പ്രതിരോധം ഇതിനെതിരെ ഉയർന്നു വരികയാണ്. ഇന്നിപ്പോൾ ദില്ലിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ട്. എന്താണിപ്പോൾ നമുക്ക് ആ പ്രതിഷേധ വേദിയിൽ കാണാൻ കഴിയുന്നത് അശ്വിൻ? തീർച്ചയായും മനു, ബുധനാഴ്ചയാണ് വലിയ അക്രമം ത്രിപുരയിൽ BJP CPIMനെതിരെ അഴിച്ചുവിട്ടത്. മാധ്യമ സ്ഥാപനങ്ങളും CPI ഓഫീസുകളും തച്ചു തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനെതിരെ ശക്തമായ സമരം തന്നെ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPIM. ഇതിൻ്റെ ഭാഗമായി CPIM സംസ്ഥാന കമ്മിറ്റിയാണ് നിലവിൽ ഇവിടെ ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത്. പ്രകാശ് കാരാട്ട്, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ബൃന്ദ കാരാട്ട്, ശിവദാസൻ, രാജ്യസഭ MP ശിവദാസൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നു. ശക്തമായി തന്നെ ത്രിപുരയിലെ BJP ആക്രമണത്തെ
അവലംബിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിനെതിരെ ശക്തമായി രാജ്യവ്യാപകമായി പ്രതിഷേധിക്കണം എന്നും ഇന്നലെ പ്രകാശ് കാരാട്ട് കൈരളി ന്യൂസിനോട് പറഞ്ഞിരുന്നു. അതിന് സമാനമായി തന്നെ ഇന്ന് ഇത്തരത്തിൽ ദില്ലി CPM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ്. ഇതിനുശേഷം MHRDയിൽ വെച്ച് SFIയുടെ സമരവും നടക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ രാജ്യവ്യാപകമായി BJP ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. BJPയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണ് CPM പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് ത്രിപുരയിലെ BJP കടന്നിരിക്കുന്നത് എന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിനോട് പറയുകയുണ്ടായി. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ BJP ത്രിപുരയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുവാൻ CPM നേരത്തെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രകാശ് കാരാട്ട് പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് നിലവിൽ. മനു, തീർച്ചയായും അശ്വിൻ, അതായത് ഈ ഫാസിസ്റ്റ് ആക്രമണ രീതികളാണ് BJP ത്രിപുരയിൽ CPIMനെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ ബലത്തിൽ. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധമുയർത്തിക്കൊണ്ട് ആ രീതിയിൽ ജനകീയമായ മറുപടി നൽകുകയാണോ ഈ വലിയ പ്രതിഷേധങ്ങളിലൂടെ CPIM? ഏതായാലും ദില്ലി ജന്തർ മന്ദിറിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രിപുരയിലെ BJP ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് CPIM ദില്ലി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് അടക്കമുള്ള മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ BJPയുടെ ഈ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ഉയർന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ SFIയുടെ പ്രതിഷേധം ദില്ലിയിലുണ്ടാകും. ഏതായാലും ത്രിപുരയിൽ BJPയുടെ നേതൃത്വത്തിൽ CPIM പാർട്ടി ഓഫീസുകൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും വ്യാപകമായ അക്രമമാണ് അഴിച്ചുവിടുന്നത്. പാർട്ടി ഓഫീസുകൾ തീയിട്ട് നശിപ്പിക്കുക, പ്രവർത്തകരെ ഉപദ്രവിക്കുക, പ്രകടനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക, അത്തരത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണം പാർട്ടിക്കെതിരെ അവിടെ ഉയർന്നു വരുന്നു. അതിനെ ജനകീയമായി ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് നേരിടുന്ന രീതിയിൽ തന്നെയാണ്, മറുപടി പറയുന്ന രീതിയിൽ തന്നെയാണ് CPIMന്റെ പ്രതിഷേധങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ത്രിപുരയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. विशेष तौर पर गृह मंत्री श्री अमित शाह को कहना चाहते हैं कि आप अच्छी तरह जानते हैं कि त्रिपुरा में वहां भाजपा की सरकार किस तरह इस गुंडागर्दी को साथ दे रहे हैं. ദില്ലിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കോളേജുകൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ പകുതി വിദ്യാർത്ഥികളുമായി ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനം. വിദ്യാർത്ഥികൾ 1ാം ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നത് കോളേജുകൾ ഉറപ്പാക്കണം. ഇതിനായി പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് നടത്തും. തുറക്കുന്നതിന് മുന്നോടിയായി കോളേജുകൾ കൃത്യമായി അണുവിമുക്തമാക്കണമെന്നും മന്ത്രി R. ബിന്ദു പ്രിൻസിപ്പൽമാരോട് നിർദ്ദേശിച്ചു. ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ കോവിഡ് മാനദണ്ഡം പാലിച്ചുള്ള മുന്നൊരുക്കത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പകുതി വീതം വിദ്യാർത്ഥികളുമായാകും ക്ലാസുകൾ നടത്തുക. ക്ലാസ് മുറികൾ കൃത്യമായി സാനിറ്റൈസ് ചെയ്യാനും കോളേജുകൾ പൂർണ്ണമായും അണുവിമുക്തമാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഒക്ടോബർ 4-ന് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾ ആദ്യ ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നത് കോളേജുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ വാക്സിനേഷൻ ഡ്രൈവ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു ഡോസെങ്കിലും വാക്സിൻ ലഭ്യമല്ലാത്ത കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെടാനായിട്ട് സ്ഥാപന മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥാപന തലത്തിൽ ഒരു കോവിഡ് ജാഗ്രതാ സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 3 സമയക്രമം സർക്കാർ കോളേജുകൾക്ക് നൽകിയിട്ടുണ്ട്. അനുയോജ്യമായ സമയം കോളേജുകൾക്ക് തീരുമാനിക്കാം. കുട്ടികൾ കൂട്ടം കൂടാതെ പ്രത്യേകമായി ശ്രദ്ധിക്കാനും കോളേജുകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ CFLTC, DCC ഉൾപ്പെടെയായി പ്രവർത്തിക്കുന്ന കോളേജുകൾ വിട്ടുതരണമെന്ന് കളക്ടർമാരോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി പ്രവർത്തിക്കുന്ന അധ്യാപകരെ ആ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് പ്രിൻസിപ്പൽമാർ ആവശ്യപ്പെട്ടു. നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യമായി ആവശ്യമായ മുന്നൊരുക്കം നടത്താൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
കണ്ണൂർ സർവകലാശാല സിലബസ് വിഷയത്തിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. വർഗീയമായ വിഷയം സിലബസിൽ ഉൾപ്പെടാൻ പാടില്ലെന്നാണ് നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ വിശദീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന തീരുമാനം അറിയിക്കുന്നതാണ്. അത് നമ്മളൊരു സെക്യുലറായിട്ടുള്ള രാജ്യമാണ്. ആ നിലയിൽ വല്ലാതെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സിലബസിൽ ഉണ്ടാകുന്നത് അപകടകരം തന്നെയാണ്. അല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ പരിശോധിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു മറുപടി പറയാൻ കഴിയില്ല. അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ സവിശേഷതകൾക്ക് അനുസൃതമായിട്ടാണ് അത് പറയാൻ പറ്റുള്ളൂ. KPCC ജനറൽ സെക്രട്ടറിമാരുടെ സാധ്യതാ പട്ടിക തയ്യാറാകുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചന. ചാണ്ടി ഉമ്മന്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഐ ഗ്രൂപ്പാണ്. പ്രാഥമിക ചർച്ചയിൽ പേരുകളിൽ സമവായം ആയില്ലെന്നും സൂചനയുണ്ട്. പട്ടികയിൽ മുൻതൂക്കം ഇപ്പോഴും KC വേണുഗോപാലിന് തന്നെ. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് KPCC ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കേണ്ടവരുടെ പേരുകളെ സംബന്ധിച്ച് ആദ്യഘട്ട കൂടിയാലോചനകൾ ആരംഭിച്ചത്. KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. 15 ജനറൽ സെക്രട്ടറിമാരെയും 34 അംഗ നിർവാഹക സമിതിയുമാണ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. എന്നാൽ നിർവാഹക സമിതി അംഗങ്ങളെപ്പറ്റി ചർച്ച നടന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മകനും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ചാണ്ടി ഉമ്മൻ്റെ പേര് ഐ ഗ്രൂപ്പാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയിൽ 3 പേർ വനിതകളാണ്. ബിന്ദു കൃഷ്ണ, പത്മജ വേണുഗോപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും സുമാ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാണ് പരിഗണിക്കപ്പെടുന്നത്. K മോഹൻകുമാർ ട്രഷററായേക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റു പേരുകാർ ഇവരാണ്: K മുരളീധരൻ്റെ വിശ്വസ്തൻ മരിയാപുരം ശ്രീകുമാർ, K സുധാകരനോട് ആഭിമുഖ്യമുള്ള മുൻ മന്ത്രി MR രഘുചന്ദ്രപാൽ, റിങ്കു ചെറിയാൻ, PT തോമസിനോട് ആഭിമുഖ്യമുള്ള MN ഗോപി, KC വേണുഗോപാലിൻ്റെ വിശ്വസ്തൻ MJ ജോബ്, TJ വിനോദ്, അജയ് തറയിൽ, VT ബൽറാം, N സുബ്രഹ്മണ്യൻ, ആര്യാടൻ ഷൗക്കത്ത്, സജീവ് മാറോളി, PS രഘുറാം, PT അജയമോഹൻ, വൈസ് പ്രസിഡന്റുമാരായി ജോസഫ് വാഴക്കൻ, സതീശൻ പാച്ചേരി എന്നിവരെയും പരിഗണിക്കുന്നു. എന്നാൽ പട്ടികയിൽ ദളിത് പ്രാതിനിധ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി VP സജീന്ദ്രൻ, PK ജയലക്ഷ്മി എന്നിവരുടെ പേരുകൾ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചതായിട്ടാണ് അറിയുന്നത്. പുതിയതായി രൂപീകരിക്കുന്ന അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായി ഖാദർ മങ്ങാടിനെയും അംഗങ്ങളായി KK എബ്രഹാമിനെയും VS വിജയരാഘവനെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം പ്രാതിനിധ്യം കുറവാണെന്നത് കാട്ടി വർക്കല കഹാർ കൂടി ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാം. സൂരജ് രവി, ജ്യോതികുമാർ ചാമക്കാല എന്നീ പേരുകൾ കൂടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ മൂവരും ഇപ്പോൾ റിസർവ് ലിസ്റ്റിലാണ് ഉള്ളത്. വിശദമായ ചർച്ച വേണമെന്നും രമേശും ഉമ്മൻചാണ്ടിയും കടുംപിടുത്തം തുടർന്നാൽ പട്ടിക വീണ്ടും നീണ്ടേക്കും. ലിസ്റ്റിൽ വിശദമായ ചർച്ച ആരംഭിച്ചാൽ ഇപ്പോൾ ഇടം പിടിച്ച പലരും പുറത്തുപോയി പുതിയ ആളുകൾ ഇടം പിടിക്കാനും സാധ്യതയുണ്ട്. സാമുദായിക സമവാക്യങ്ങളോ പ്രാദേശിക പരിഗണനകളോ തീരെ ഇല്ലാത്ത പ്രാഥമിക ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. ജീവൻകുമാർ, തിരുവനന്തപുരം. ഹരിതയ്ക്ക് പിന്തുണയുമായി MSFലെ ഒരു വിഭാഗം നേതാക്കൾ. ഹരിതയെ പിരിച്ചുവിട്ട നടപടി നീതീകരിക്കാനാവില്ല. PMA സലാമിന്റെ അപക്വമായ ഇടപെടൽ പ്രശ്നങ്ങൾ വഷളാക്കിയെന്നും ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിൽ ഒരു വിഭാഗം MSF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകളെ അധിക്ഷേപിച്ച കേസിൽ MSF യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം. ഹരിതയ്ക്ക് നിരുപാധിക പിന്തുണ അർപ്പിക്കുകയാണ് ലീഗ് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിലൂടെ MSFലെ ഒരു വിഭാഗം. ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ ഉൾപ്പെടെ ഒരു വിഭാഗം പ്രവർത്തകരാണ് ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത്. ഹരിതയ്ക്കെതിരെ സ്വീകരിച്ച നടപടി MSF പ്രവർത്തകർക്കുൾപ്പെടെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ഹരിതയുടെ പരാതി ലീഗ് കൈകാര്യം ചെയ്ത രീതിയിൽ പാളിച്ച സംഭവിച്ചതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് താൽക്കാലിക ജനറൽ സെക്രട്ടറി PMA സലാമാണെന്നും കത്തിൽ പറയുന്നു. MSF സംസ്ഥാന കമ്മിറ്റിയോ ദേശീയ നേതൃത്വമോ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ലീഗ് ഇടപെട്ട് വഷളാക്കിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളോടുൾപ്പെടെ കാണിക്കുന്ന അനീതിയാണ് ലീഗിന്റെ ഈ നടപടിയെന്നും ഹരിതയെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്. അതേസമയം തന്നെ KSRTC ലേ ഓഫ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഗതാഗത മന്ത്രി ആന്റണി രാജു. KSRTCയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാനാകില്ല. CMDയുടെ ലേ ഓഫ് നിർദ്ദേശം നിലവിൽ സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല എന്നും നിർദ്ദേശം വന്നാൽ ജീവനക്കാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം പരിശോധിച്ച് നയപരമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാനേജ്മെന്റ് മുമ്പോട്ട് വെച്ച ലേ ഓഫ് വിഷയത്തിലുള്ള സർക്കാർ നിലപാടാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയത്. നിലവിൽ KSRTCക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ല.
നിലവിൽ ഒരു നിർദ്ദേശവും സർക്കാരിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ലഭിച്ചാൽ അത് ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ലേ ഓഫിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് മുമ്പിൽ ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല. അതിങ്ങനെ KSRTC അഭിപ്രായമായിട്ട് പത്രങ്ങളിൽ കണ്ട വാർത്തയേ ഉള്ളൂ. ഗവൺമെൻറ് മുമ്പിൽ അത്രയും നിർദ്ദേശം ഇപ്പോൾ ലേ ഓഫ് മാത്രമല്ല, ഈ മധ്യപ്രദേശ് മോഡൽ, അതായത് 50% ശമ്പളം കൊടുത്ത് അവധി കൊടുക്കാം, അങ്ങനെ ഒരു നിർദ്ദേശം രണ്ടും പത്രമാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ്. KSRTC വരെ ഗവൺമെൻറ് മുമ്പിൽ അങ്ങനെ നിർദ്ദേശം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ നിർദ്ദേശം ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് അത് പരിശോധിച്ചിട്ടേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. വരുമാനമില്ലാത്ത സർവീസുകൾ ഒഴിവാക്കും, 50% ശമ്പളവും 50% അവധിയുമെന്ന ആശയവും CMD മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് KSRTC ഭൂമി പാട്ടത്തിന് നൽകിയും കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമാണ് KSRTC CMD ബിജു പ്രഭാകർ മുൻപോട്ട് വച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ ത്രിപുരയിൽ CPIM-നെതിരായ BJP അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ പ്രതിഷേധം നടക്കുകയാണ്. സീതാറാം യെച്ചൂരി സംസാരിക്കുന്നു. അതിലേക്ക്. यानी ना आदिवासियों की संरक्षण, ना दलितों की संरक्षण, ना महिलाओं की संरक्षण, अपनी दादागिरी के लिए ये हिंसा के आधार पर अपनी हुकूमत को बरकरार रखना चाहते हैं और उनके नीतियों के चलते हुए जो असंतोष जो फैल रहा है देश के लोगों में, वो असंतोष जितना ज्यादा फैल रहा है उतना ज्यादा हिंसा पे उतरा रहे हैं। साफ साफ ये कहना है, अब पूरे देश भर में ये हो रहा है, पिछले 2-3 दिनों से और आगे भी चलेगा। पूरे देश भर में इसका विरोध हो रहा है और ये चेतावनी दे रहे हम मोदी सरकार को, अगर ये हिंसा बंद नहीं करोगे, अगर जनतांत्रिक व्यवस्था को बरकरार नहीं रखोगे, तो ये विरोध जो है एक बड़ी मुहिम की तरफ फैलेगी। अगर इंदिरा गांधी को ही उतार कर ले आए हम, तो आप क्या चीज है, ये बात जो है अब सीधा सीधा ये संदेश उनके सामने जाना जरूरी है। CPIM जिंदाबाद, मोदी अमित शाह मुर्दाबाद, भाजपा का आतंकी हमला नहीं सहेंगे। तो इसलिए आज हमने कल बहुत ही मंत्री की तरफ से चिट्ठी लिखी थी प्रधानमंत्री को। पार्टी ने कहा कि भाई जनता 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. 195 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഈ മാസം 30-നകം ജില്ലയിലെ 3838 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കും. ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബറിലും 18 ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും നടക്കും. ഡിസംബർ 10 മുതൽ 12 വരെ എരിപുരത്താണ് കണ്ണൂർ ജില്ലാ സമ്മേളനം. കണ്ണൂർ കക്കാട് ബ്രാഞ്ച് സമ്മേളനം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പച്ചയായ ആസ്തി വിൽപ്പനയാണ് NMP-യിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് A. വിജയരാഘവൻ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തതെല്ലാം കേന്ദ്ര സർക്കാർ ചുളുവിലയ്ക്ക് വിറ്റുതുലയ്ക്കുകയാണ്. സർക്കാർ നിക്ഷേപത്തിന് പൊതുജനം കോർപ്പറേറ്റുകൾക്ക് യൂസേഴ്സ് ഫീ കൊടുക്കേണ്ട അവസ്ഥയാണ് രാജ്യത്ത് നടക്കുന്നതെന്നും A. വിജയരാഘവൻ. എല്ലാം വിൽക്കാൻ ഒരു കേന്ദ്രമെന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്വകാര്യവൽക്കരണത്തെ ശക്തമായി A. വിജയരാഘവൻ വിമർശിക്കുന്നത്. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്നത് രാജ്യത്തെ ആസ്തി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന് കണ്ടെത്തിയ പദങ്ങളാണ്. ഇതിനെ ദേശീയ താൽപര്യത്തിന് പണം സമാഹരിക്കാൻ കണ്ടെത്തിയ ഉപാധിയെന്നാണ് കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നത്. എന്നാൽ ഇത് പച്ചയായ ആസ്തി വിൽപ്പനയാണെന്ന് A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സർക്കാർ കെട്ടിപ്പടുത്തതെല്ലാം ചുളുവിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് കൈമാറുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്നതിന് പ്രത്യേകം മെനഞ്ഞുണ്ടാക്കിയ പദ്ധതിയാണ് NMP എന്നും A. വിജയരാഘവൻ വിശദീകരിക്കുന്നു. NMP-യിലെ ചതിക്കുഴികളിൽ നിന്നോ സർക്കാർ മറച്ചുപിടിക്കുന്ന വസ്തുതകളിൽ നിന്നോ മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ കയ്യിൽ വെറുതെ കിടക്കുന്ന ആസ്തി മൂല്യത്തിന്റെ കെട്ടഴിക്കുന്നതാണെന്നാണ്. എല്ലാ പ്രതികൂല ഘട്ടങ്ങളിൽ നിന്നും നഷ്ടസാധ്യതകളിൽ നിന്നും സ്വന്തക്കാരായ കോർപ്പറേറ്റുകളെ രക്ഷിക്കാൻ അവർക്ക് സർക്കാർ ആസ്തി കൈമാറുന്ന പരിപാടിയാണ് NMP എന്നും A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ നിക്ഷേപത്തിന് കോർപ്പറേറ്റുകൾക്ക് ജനങ്ങൾ യൂസേഴ്സ് ഫീസ് നൽകേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നതെന്നും ലേഖനത്തിൽ A. വിജയരാഘവൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. വിസ്മയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം റൂറൽ SP KB രവി, ശാസ്താംകോട്ട DYSP രാജ്കുമാർ എന്നിവർ ശാസ്താംകോട്ട കോടതിയിലെത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീധന പീഡനം മൂലമുള്ള ആത്മഹത്യ, അതാണ് കുറ്റപത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൽ പോലീസ് വിശദീകരിക്കുന്ന കാര്യങ്ങൾ, തൊണ്ടി വസ്തുക്കൾ, ഒപ്പം തന്നെ മറ്റ് രേഖകളടക്കം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ സമഗ്രമായി. ഇതില് ഈ 102 സാക്ഷിമൊഴികൾ,
ഏതാണ്ട് 56ഓളം തൊണ്ടി മുതലുകൾ, 507 പേജുള്ള കുറ്റപത്രം. ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും ചുരുക്കി പറയാവുന്നത്. ഇനി ഇതിനകത്ത് വരുമ്പോൾ ഇതില് സാക്ഷികളില്ലാത്ത ഈ കേസിൽ ആദ്യം തന്നെ ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതിന് തന്നെ പ്രത്യേക നിയമം എന്ന് പറയുന്നത് സ്ത്രീധന പീഡന നിയമം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ് ഈ പ്രതി കിരൺകുമാറിനെതിരെ കുറ്റപത്രത്തിൽ പോലീസ് ചുമത്തിയിട്ടുള്ളത്. പിന്നെ അതിനെ തുടർന്ന് ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളും പ്രത്യേകമായി തന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏതാണ്ട് 9ഓളം വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസെടുത്തിട്ടുള്ളതും അത് കുറ്റപത്രത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഓരോ വകുപ്പുകളും എന്തുകൊണ്ട് ചുമത്തി, ആ കുറ്റങ്ങൾ ചുമത്തുമ്പോൾ അതിനുള്ള തെളിവുകൾ, സാക്ഷിമൊഴികൾ, തൊണ്ടി മുതലുകൾ ഇതെല്ലാം അനുബന്ധമായി തന്നെ ഈ 507 പേജുള്ള കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, പ്രതിയെ അറസ്റ്റ് ചെയ്ത് 80 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കഴിയുന്നു. ഇതുവരെ പ്രതിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് കിട്ടാൻ ഇതുവരെ പോലീസ് അനുവദിച്ചിട്ടില്ല. അശക്തമായ വാദമുഖങ്ങളാണ് കോടതിയിൽ. 3 കോടതികൾ 3 തവണയാണ് ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് ഒരു സുപ്രധാന നീക്കവും കൂടി നടത്തി. അതിൽ പോലീസ് അതിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ജാമ്യം ഇല്ലാതിരിക്കുക, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ ഈ വിചാരണ പൂർത്തീകരിച്ച് ശിക്ഷ വിധിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിന്റെ കോടതി നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതും ഈ കുറ്റപത്രത്തിനോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു പോലീസിലേക്ക് പോയ ഒരു ഇന്റൻഷൻ, സാധാരണഗതിയിൽ ഇതുപോലുള്ള ഏതെങ്കിലും കേസുകളിൽ ഒരു നീതി വൈകുന്നത് പോലും അതൊരു അനീതിയാണെന്നുള്ള ഒരു സാധാരണ തരത്തിലുള്ള ഒരു ബോധ്യം, ആ ബോധ്യം അത് തിരുത്തുക, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ജുഡീഷ്യറിയിൽ പോയി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇരയായ ആളുകൾക്ക് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നവർക്ക് ഒരു നീതി വാങ്ങി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ ഓരോ കേസുകളിലും പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉത്തര കേസിൽ ഇപ്പോൾ വിചാരണ പൂർത്തീകരിച്ചതും ഇപ്പോൾ ഈ കേസിൽ അടിയന്തരമായി 80 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് അവരുടെ അന്വേഷണത്തിൽ കേരള പോലീസ് ഒരു പൊൻതൂവൽ തന്നെയാണ്. ഇനി അതിന് ഈ പറയുന്ന അനുബന്ധമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളും ഈ കേസിൽ ഒരു പ്രധാനമാണ്, വ്യക്തമാണ്. വിസ്മയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി PT തോമസ് MLA. ബിഷപ്പിന്റെ പരാമർശം ദൗർഭാഗ്യകരമാണ്. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തെ മുറിവേൽപ്പിക്കാൻ മാത്രമേ ഇത്തരം പരാമർശങ്ങൾ ഉപകരിക്കൂ. ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിൽ രാജ്യം ഭരിക്കുന്നവരുടെ സ്വാധീനമുണ്ടോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതുപോലുള്ള പരാമർശനങ്ങൾ ദൗർഭാഗ്യകരമാണ്, വളരെ ഖേദകരമാണ്. അത് കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ഇടയുള്ള ഒന്നാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ കുറ്റവാളികൾ ജാതിമത അടിസ്ഥാനത്തിലല്ല രൂപം കൊള്ളുന്നത്. കുറ്റവാളിയെ ജാതിമത അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തുന്ന പ്രവണത കേരളം കൈവരിച്ച നവോത്ഥാന മൂല്യങ്ങളുടെ നിരാസം കൂടിയാണ്. ഇന്ത്യയുടെ ഭരണാധികാരികളുടെ പിൻബലമുള്ള ചില ശക്തികൾ ഈ കാര്യത്തിലൊക്കെ പെനിട്രേറ്റ് ചെയ്ത് കയറുന്നുണ്ടോ എന്ന പരിശോധന അനിവാര്യമാണ്. കണ്ണൂർ സർവകലാശാല സിലബസ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ. സർവകലാശാല നിലപാട് വിശദീകരിക്കുന്നതിനായി 2:30 വൈസ് ചാൻസലർ മാധ്യമങ്ങളെ കാണും. അതേസമയം വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 26ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 10 മുതൽ 17 വരെ നടക്കും. സ്ഥിരം വേദിയായ തിരുവനന്തപുരത്ത് മാത്രമായാണ് മേള നടക്കുക. ഡിസംബറിൽ നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും മേളയുടെ നടത്തിപ്പ്. കോവിഡ് പശ്ചാത്തലത്തിലാണ് 26ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയുന്നത്. ഡിസംബർ 10 മുതൽ 17 വരെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് മേള സംഘടിപ്പിക്കുന്നത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം, കൊച്ചി, തലശ്ശേരി, പാലക്കാട് എന്നിങ്ങനെ 4 മേഖലകളിലായിരുന്നു ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കേന്ദ്രമാക്കി നടന്നു വന്നിരുന്ന മേള പല മേഖലകളിലായി വേർപെട്ടത് IFFK പ്രേമികൾക്കും നിരാശയായിരുന്നു. എന്നാൽ ഇത്തവണ കരുതലോടെ മേളയ്ക്കായി തിരുവനന്തപുരത്ത് ഒന്നിക്കാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഡിസംബറിൽ നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും മേളയുടെ നടത്തിപ്പ്. www.iffk.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് മേളയിലേക്കുള്ള എൻട്രികൾ സമർപ്പിക്കേണ്ടത്. അന്താരാഷ്ട്ര മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ലോക സിനിമ എന്നീ വിഭാഗങ്ങളിലേക്കാണ് സിനിമകൾ സമർപ്പിക്കാവുന്നത്. ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മത്സര വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കുകയെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.